വെൽക്കം ടു ഏണിംഗ്സ് കേരള. എല്ലാവർക്കും വരുമാനം എന്ന സ്ട്രാറ്റജിയുമായിട്ടാണ് ലിസ ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെ സാഹചര്യം മൂലം വെളിയിൽ ജോലിക്ക് പോകാൻ പറ്റാത്തവർ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തവർക്കൊക്കെ ലിസ ആപ്ലിക്കേഷനിലൂടെ വരുമാനം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ലിസ ബാഗ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബെനിഫിറ്റ്സുകൾ ലിസ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബെനിഫിറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ലിസ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഞാനൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മളെല്ലാവരും വീടുകളിൽ ഒരു വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അത് ബിസിനസ്സിലൂടെ ആണെങ്കിലും മറ്റൊരു രീതിയിലൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് എങ്ങനെയും ഏണിങ്സ് കണ്ടെത്തുക എന്ന ഒരുപാട് പ്രതീക്ഷയോടെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അതിനൊരു പ്ലാറ്റ്ഫോം ഇല്ലായ്മയും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമില്ലായ്മയൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലെ പ്രശ്നം. നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ കാണുന്നവരാണ്. ആ ചാനലിൽ ഒരുപാട് ആൾക്കാർ ഏണിങ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നുള്ള ഒരുപാട് ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് വിവരം തരുന്നുണ്ട്. വീഡിയോസ് കണ്ടുകൊണ്ട് വരുമാനം കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങളൊന്നും സ്ഥായിയായ ഒരു വരുമാന സ്രോതസ്സായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. എന്നാൽ ലിസ ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്തുകൊണ്ട് ലിസ ആപ്ലിക്കേഷനുള്ള പ്രോഡക്റ്റ് വിറ്റ് നിങ്ങൾക്കൊരു സംവിധാനത്തിലേക്ക്, ഒരു സംരംഭകത്തിലേക്ക് എത്തുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താം, നിങ്ങൾക്ക് വരുമാനം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലിസ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ തുണിസഞ്ചിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ചില ആൾക്കാർ അവരുടെ കയ്യിലുള്ള ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ തുണിസഞ്ചിയെക്കുറിച്ച് വിളിച്ച ഒരാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവരൊരു സംരംഭത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ അവർ തുണിസഞ്ചിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിച്ചു. അവര് എവിടെയാണ് ഞാൻ എല്ലാവരോടും ചോദിക്കും, എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് ചോദിക്കും. അങ്ങനെ സാഹചര്യം മനസ്സിലാക്കിയത് വഴി എനിക്ക് അവര് അഴീക്കൽ, തീരദേശമായ അഴീക്കലാണ് താമസിക്കുന്നത് മനസ്സിലായി. അപ്പോൾ അവിടെ വലിയൊരു സ്രോതസ്സുണ്ട്. നമ്മളെല്ലാ ബിസിനസ്സുകാരും നമ്മൾ വിളിക്കുന്നവരോട് അവരുടെ സ്രോതസ്സിനെ കുറിച്ച്, അവരുടെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ആദ്യം അന്വേഷിക്കും. അങ്ങനെ സാധ്യതയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവർ തീരദേശമായ അഴീക്കലാണ് താമസിക്കുന്നത്. തീരദേശങ്ങളിൽ ഒരുപാട് മത്സ്യസമ്പത്തുകളുണ്ട്. പല രീതിയിലുള്ള മത്സ്യങ്ങളുണ്ട്, ചെമ്മീനുണ്ട്, കണവയുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഫ്രഷായിട്ട് അവർക്ക് അത് ഇവിടുന്ന് കിട്ടും. അവരുടെ തുച്ഛമായ വിലയ്ക്ക് അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഫിഷ് അച്ചാറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വോളിയം കണ്ടെത്താൻ സാധിക്കും, കസ്റ്റമേഴ്സിനെ കണ്ടെത്തി തരുവാൻ സാധിക്കും. അവർ സത്യത്തിൽ ഈ ഫിഷ് അച്ചാർ എന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് പോലും അവർക്ക് അറിയത്തില്ല. അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നോ, എങ്ങനെ ബ്രാൻഡ് ചെയ്യണമെന്നോ, ഒന്നും എങ്ങനെ സ്റ്റിക്കർ ചെയ്യണമെന്നോ ഒന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ നൽകിക്കൊണ്ട് ബ്രാൻഡിങ് ചെയ്യുന്ന രീതിയെക്കുറിച്ചെല്ലാം സംസാരിച്ച് അവർ ഫിഷ് അച്ചാർ തുടങ്ങുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചെറിയ രീതിയിൽ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം അവരെന്നോട് പറഞ്ഞൊരു കാര്യം, അഴീക്കൽ എന്ന ഭാഗത്ത് കടൽ മച്ചാനെ പോലുള്ള വലിയ യൂട്യൂബ് ബ്ലോഗറൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഈ ഫിഷ് അച്ചാർ സ്റ്റാർട്ട് ചെയ്താൽ വിജയിക്കാൻ സാധിക്കുമോ? അവർ വലിയൊരു ബിസിനസ് ചെയ്യുന്നവരാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇതിനിടയ്ക്ക് ഞങ്ങളെപ്പോലുള്ള ഈ രണ്ടുപേര് ചെറിയ ആൾക്കാർ ഫിഷ് അച്ചാറിൻ്റെ ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ബിസിനസ് സാധ്യത, സാഹചര്യം, അവതരണം, സ്ട്രാറ്റജി, ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ബിസിനസ് സാധ്യത കൂടുന്നത്. കടൽമച്ചാനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ബ്ലോഗറായതുകൊണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടും ഒക്കെയാണ് അദ്ദേഹം അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശുദ്ധമായ സാധനം, ഫ്രഷായിട്ട് അന്നന്ന് വാങ്ങുന്ന മീൻ അന്നന്ന് തന്നെ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് അച്ചാറാക്കി ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിന് അത് ഒരു ക്വാളിറ്റി, ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ പിന്തുടർന്നു. അവർ അന്നന്ന് വാങ്ങുന്ന മീന് അന്നന്ന് തന്നെ അച്ചാറാക്കി അത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു. അവരുടൻ തന്നെ ആ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻ ആ അച്ചാർ നിങ്ങൾക്ക് കാണാവുന്നതാണ്, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഈ അച്ചാർ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്കും ലഭിക്കും.
കൂടാതെ ഇത് ആപ്ലിക്കേഷനിലൂടെ വരുമ്പോൾ നമ്മുടെ ബാഗു വാങ്ങിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ലിസ ആപ്ലിക്കേഷനിലൂടെ നടത്തുന്ന ബിസിനസ്സിന് ലാഭവിഹിതം എന്ന നിലയിൽ ഈ അച്ചാറിൻ്റെ ലാഭവിഹിതം കിട്ടും. അപ്പം അച്ചാർ വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലാണ് ലാഭവിഹിതം കിട്ടുന്നത്. ഒന്ന് ലിസ ആപ്ലിക്കേഷൻ്റെ ലാഭവിഹിതവും, ഒന്ന് നിങ്ങൾ അത് വാങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതവുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഏറ്റവും ശുദ്ധമായ രീതിയിൽ നിർമ്മിക്കുന്നതാണ്. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോഡക്റ്റാണിത്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൽ ചേർക്കുന്ന റോ മെറ്റീരിയൽസ് നമ്മുടെ തന്നെ കൂട്ടായ്മയിലുള്ള നമ്മുടെ അംഗങ്ങൾ നിർമ്മിക്കുന്ന ശുദ്ധമായ പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത്. അപ്പോൾ എത്രയോ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്കിത് വാങ്ങുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സീസൺ അനുസരിച്ച് അവർക്ക് അച്ചാറുകൾ വിതരണം ചെയ്യാൻ സാധിക്കും. സീസൺ അനുസരിച്ച് അച്ചാറുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സീസൺ അനുസരിച്ച് അത് നല്ല ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. അതൊരു വലിയ സാധ്യത തന്നെയാണ്. അതൊരു പ്രീമിയം ക്വാളിറ്റി എന്ന നിലയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അവസരമാണ് ഇതുവഴി തുറന്നു തരുന്നത്. അപ്പോൾ നിങ്ങൾ അച്ചാർ ബുക്ക് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ 3-4 ഗുണങ്ങളുണ്ട്. ഒന്ന്, മുളക് പൊടി വിൽക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് സഹായമാവും. ഫിഷ് അച്ചാർ ഉണ്ടാക്കുന്ന അവർക്കൊരു സഹായകരമാവും. ബാക്കിയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കെല്ലാം സഹായകരമാകുന്ന രീതിയിൽ അത് പ്രവർത്തിക്കും. അതുകൊണ്ട് ഫിഷ് ചെമ്മീൻ അച്ചാർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മളത് മാർക്കറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി വഴി തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാം. പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭവിഹിതം നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. നിങ്ങൾ ആ ക്വാണ്ടിറ്റിയിലൊക്കെ എടുക്കാൻ സാധിക്കുന്നവരെ ആ രീതിയിൽ ചെയ്യുക, മറ്റുള്ളവർ പരിചയപ്പെടുത്തുന്നവരെ ആ രീതിയിൽ ചെയ്യുക. ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്നു വാങ്ങുന്ന ഫിഷ് നല്ല രീതിയിൽ കഴുകി അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ശുദ്ധമായ പ്രോഡക്റ്റുകൾ ചേർത്ത് ശുദ്ധമായ രീതിയിൽ നിർമ്മിക്കുന്ന ഒരു അച്ചാറാണ്. അതിനകത്ത് യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ല. ശുദ്ധമായ രീതിയിൽ അന്നുണ്ടാക്കുന്ന സാധനം പിറ്റേ ദിവസത്തോടെ അല്ല 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നൊരു പ്രത്യേകതയും ഈ അച്ചാറിനുണ്ട്. അതുകൊണ്ട് ശുദ്ധമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല രുചിയുള്ള അച്ചാറുകൾ നിങ്ങൾക്ക് ഇതിലൂടെ വാങ്ങുവാൻ സാധിക്കും. വാങ്ങുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഈ ആപ്ലിക്കേഷനിലൂടെ ഇത് വിറ്റഴിയുന്നതുകൊണ്ട് അതിലൂടെ വരുന്ന ലാഭവിഹിതത്തിൻ്റെ വിഹിതം 95 വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ലിസ ബാഗ് വാങ്ങിയിരിക്കുന്ന നമ്പർ ജനറേറ്റ് ചെയ്തിരിക്കുന്നവർക്കും ലഭിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലിസ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ ഈ പ്രോഡക്റ്റ് അഴീക്കൽ ഫിഷ് പിക്കിൾസ് നിങ്ങൾ വാങ്ങുക. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അത് എത്തിച്ചേരും. നല്ല ക്വാളിറ്റിയുള്ള നല്ല രുചിയുള്ള സാധനമാണ്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതുവഴി അവർക്ക് ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് തുറന്നു കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.